ഈ മലകളെ ഐസ് മലകളെ ചിത്രം വരച്ച പോലെ ഉണ്ടാക്കിയിട്ടുള്ള മലകളാണ് ഈ കാണുന്നത്. അത്രക്കും ഭംഗിയാണിത്. ഈ മുഗൾ റോഡിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളി ഈ യാത്രയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് മുഗൾ റോഡിലാണ്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇപ്പോൾ സമയം രാവിലെ 6:45. ഞാൻ ശ്രീനഗർ സിറ്റിയിൽ നിന്ന് നമ്മളൊരു ടെമ്പോ ട്രാവലറിൽ പോവാണ്. അപ്പോൾ നമ്മൾ മുഗൾ റോട്ടിലൂടെ അങ്ങോട്ട് ജമ്മുവിലേക്കുള്ള വഴിയാണ്. അതായത് ശ്രീനഗർ ജമ്മു സാധാ റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ആ റോഡ് കുറച്ച് ബ്ലോക്ക് ആക്കിയതുകൊണ്ട് ഈ മുഗൾ റോഡിലൂടെയാണ് ജമ്മുവിലേക്ക് നമ്മൾ പോകുന്നത്. മുഗൾ റോഡ് നല്ല രസമാണ്, അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും റോട്ടിലെ കാഴ്ചകളും ഇവിടുത്തെ കൊല്ലികളും മറ്റുമൊക്കെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് പോകാം. ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും ഇതിലൂടെയുള്ള യാത്ര. മറ്റേ ജമ്മു ശ്രീനഗർ റോഡ് പോലെയല്ല ഈ ഒരു റോഡ്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റോഡാണ്. ഐസുമലകളും മറ്റും ആൾപെരുമാറ്റമൊന്നും ഇല്ലാത്ത ഒരു റോഡ് കൂടിയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പാലം കാണാം. ഈ പാലത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആപ്പിളിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ഉള്ളത്. ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തെത്തുന്ന ഭാഗമാണ് ഷോപ്പിയാൻ എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഷോപ്പിയാൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള കാശ്മീരിലെ ആപ്പിൾ ടൗൺ ആണ് ഈ ഷോപ്പിയാൻ. ഇവിടെ ഒരുപാട് ആപ്പിൾ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് ആപ്പിൾ മരങ്ങൾ പൂത്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ കാശ്മീരിലെത്തിയാൽ ഷോപ്പിയാനിലാണ് ഈ ആപ്പിളിൻ്റെ ടേസ്റ്റുള്ള ആപ്പിൾ ഉള്ളത്. ഈ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കാണുന്നത് ആപ്പിൾ മരങ്ങളാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കംപ്ലീറ്റ് ആപ്പിൾ തോട്ടങ്ങളാണുള്ളത്. പിന്നെ ആപ്പിൾ തോട്ടങ്ങളുള്ളത് പഹൽഗാമിലുണ്ട്, അതേപോലെ ഗുൽമാർഗിൽ കുറച്ചുണ്ട്. അതായത് ശ്രീനഗർ സിറ്റിയിൽ കുറവാണ് ആപ്പിൾ. ഇത് രണ്ടും ആപ്പിൾ തോട്ടങ്ങളാണ് അപ്പുറം ഉള്ളത്. ഷോപ്പിയാൻ എന്ന് അവിടേക്ക് പറയുക ഈ ഒരു സ്ഥലത്തിന്. കാശ്മീരിൽ ആപ്പിൾ ഉണ്ടാകുന്നത് ഒരു 3 മാസങ്ങളിലാണ്. അത് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം തുടങ്ങിയിട്ട് ഓഗസ്റ്റ് പകുതി, പിന്നെ സെപ്റ്റംബർ ഫുള്ള്, ഒക്ടോബർ ഏകദേശം ഒരു ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ആപ്പിളുകൾ കംപ്ലീറ്റ് ഏകദേശം തീരും. അങ്ങനെയാണ് ഈ കാശ്മീരിലെ ഇത്. ചില തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ലാസ്റ്റോടെ തന്നെ കംപ്ലീറ്റ് തീരുന്നതുണ്ട്. ചിലത് ഒക്ടോബർ അവസാനത്തോട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ നവംബർ ആകുമ്പോഴത്തേക്ക് ഐസ് വീഴൽ തുടങ്ങും. ഐസ് വീഴൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആപ്പിൾ ഞെട്ടിയമ്മൽ നിൽക്കില്ല, അങ്ങനെ കൊഴിഞ്ഞു പോകും. പിന്നെ ഇവർ ഈ ആപ്പിൾ തോട്ടക്കാരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൾ ഇങ്ങനെ കേടുവരൊന്നുമില്ല. ആപ്പിളിനിങ്ങനെ ചില ആപ്പിളിങ്ങനെ എടുത്തിട്ട് ഈ ആപ്പിൾ മരത്തും ഇങ്ങനെ കൊത്തി ഇങ്ങനെ വെക്കും റോഡ് സൈഡിലുള്ള ആ ഭാഗത്ത്. ഇവരിത് പെട്ടിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കുറേ നിൽക്കും. അധികം ഇവിടുത്തെ കാലാവസ്ഥക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് ആപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ തിരിച്ച് മിക്സിയിലല്ലാണ്ട് ജ്യൂസ് അടിക്കുന്നൊരു സംഭവമുണ്ട്. അതുണ്ടാക്കി കൊടുക്കും. ആ സീസണിൽ ആപ്പിൾ കഴിഞ്ഞാലും ആ ഒരു ജ്യൂസ് കിട്ടും. ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ് ആ ഒരു ജ്യൂസ്. അത് കാശ്മീരിലെത്തിയാൽ എന്തായാലും ഒരു ഗ്ലാസ് കുടിക്കണം. അത്ര ഉഷാറാണ് ആ ഒരു ജ്യൂസ്. അങ്ങ് ദൂരെ കണ്ടില്ലേ ഐസ് മലകൾ. ഈ മുഗൾ റോഡിൽ
കുറച്ച് കാലം പൂട്ടിയിടും, കാരണം ഐസ് ഉണ്ടായിട്ട് കെട്ടി നിന്നിട്ട്. നമ്മുടെ ഈ ടെമ്പോ ട്രാവലറിൻ്റെ മുൻഭാഗം പിന്നെ കുറേ അതും ഇതൊക്കെ തൂക്കിയിട്ട് വലിയ ക്ലിയർ ഇല്ല. ഈ കാണുന്നത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടങ്ങളാണ്, ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ടല്ലോ, വൈറ്റ് പൂവിലിങ്ങനെ നിൽക്കുന്നത്. അധികം ഉയരമുണ്ടാവില്ല ഈ ആപ്പിൾ മരങ്ങൾ വളരെ ഹൈറ്റ് കുറവായിരിക്കും. ഇത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടങ്ങളാണ്, ഒക്കെ നല്ല വൈറ്റ് പൂത്ത് നിൽക്കും. ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ആപ്പിൾ തോട്ടങ്ങൾ ഇറങ്ങിയിട്ടുള്ള പഹൽഗാമിലുള്ള ആപ്പിൾ തോട്ടങ്ങൾ പൂത്തത്. അപ്പം ഇതിൽ കംപ്ലീറ്റ് അതാണ് ഈ രണ്ട് ഭാഗവും, ഈ ഒരു ഭാഗവും മറ്റേ ഭാഗവും ആപ്പിൾ തോട്ടങ്ങളെ കൊണ്ടൊരു തിരക്കാണ്. ഇവിടെ ആടുകൾ കണ്ടില്ലേ, ഇവിടെ സ്ഥിരമാണ് ഈ ആടുകൾ ഇങ്ങനെ റോട്ടിൽ കൂടി പോകുന്നത്. ഇത് ഹെയർപുര ടൗൺ ആണ്. ഈ ഹെയർപുര ടൗൺ ആണ് പിന്നെ ഈ മുഗൾ റോഡിൻ്റെ നമ്മളെ ശ്രീനഗറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൗൺ ഉള്ളത്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേ കംപ്ലീറ്റ് പിന്നെ മലകളിൽ കൂടിയുള്ള റോഡാണ് പോകുന്നത്. ഇതാണ് ഹെയർപുര അങ്ങാടി. ഇവിടെ നല്ല ഹോട്ടലും ഭക്ഷണങ്ങളൊക്കെ കിട്ടും. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ കിലോമീറ്ററോളം കഴിഞ്ഞാലുള്ള നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ അങ്ങാടി കംപ്ലീറ്റ് വിട്ടിട്ട് വിജനമായ പിന്നെ മലകളും ഐസുമലകളും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനിയുള്ളത്. ഇതുണ്ടല്ലേ ഹെയർപുര വൈൽഡ് സാങ്ച്വറി ആണുള്ളത് ഈ ഒരു ഭാഗം. ഇതൊക്കെ ഒരു പിന്നെ കാട് പിടിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങാടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിഞ്ഞ റോഡുകളാണ് പോകുന്നത്. രാത്രി കാലങ്ങളിൽ പൊതുവെ ഈ ഇതിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ഒരു മലൻ്റെ ഏരിയ കവർ ചെയ്യുന്നതിന് കണക്കാക്കിയിട്ട് പുറപ്പെടണം എന്നാണ് കണക്ക്. അത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തും, അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ നേരം വെളുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് വിടുക. അങ്ങനെയാണ് ഈ മുഗൾ റോഡ്. മുഗൾ രാജാക്കന്മാർ മുമ്പ് സഞ്ചരിച്ചിരുന്ന റോഡാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ റോഡൊക്കെ നല്ല ഉഷാർ റോഡ് തന്നെയാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ എന്താവെന്ന് പറയാൻ പറ്റില്ല. ഒരു ഭാഗത്ത് കുറച്ച് കൊല്ലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ സമയം 8:30 മണി ആയിക്കുന്നു. ഇവിടുത്തെ സൈഡിലെ കല്ലുകളുണ്ടല്ലേ, ഉരുളൻകല്ല്. ഇത് നമ്മളെ പുഴയിൽ നിന്നുള്ള ആ ഉരുളൻകല്ലുകൊണ്ടാണ് ഇവിടെ പിന്നെ മതിലൊക്കെ ഒരു കെട്ടാറുള്ളത്. ഇത് മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ അങ്ങനെ കെട്ടും. ചില സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീഴും, പിന്നെ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ള പോകാൻ പറ്റുക. ഇപ്പോൾ റോഡ് അത്ര അങ്ങോട്ട് ഉഷാറില്ലാതെ അയക്കുന്നു ഇവിടെ. ഈ ഒരു പാലം കണ്ടില്ലേ, ഇതേപോലത്തെ ഒരുപാട് പാലങ്ങളുള്ള ഒരു ഭാഗമാണ് ഈ മുഗൾ റോഡ്. ഇത് പൊതുവെ കാശ്മീരിലൊരു കാഴ്ചയാണ്. ഈ ചെമ്മരിയാടിനെങ്ങനെ മേച്ചിട്ട് ആട്ടിടയന്മാരിങ്ങനെ പോകുന്നത്. കിലോമീറ്റർ കണക്കിന് ഇവർ യാത്ര ചെയ്യും. മുന്നിലൊരു നായ ഉണ്ടാവും, ചിലതിൻ്റെ ബാക്കിലുണ്ടാവും നായ. അങ്ങനെയാണ് ഈ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുവരെ റോഡ് അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട്
ഇവർ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ പോവുക. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത് വേറൊന്ന് വരികയാണ്, കഴിഞ്ഞിട്ടില്ല. ഇത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞ ശേഷമുള്ളൂ നമുക്ക് പോകാൻ പറ്റുക. മുന്നിലും ബാക്കിലും ആളുണ്ടാവും. ഇനി ചിലതിൻ്റെ ഒപ്പം നായ ഉണ്ടാവും. അതിന് നായ വരുന്ന സമയത്ത് ഞാൻ നായനെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങ് ദൂരെ മലൻ്റെ മുകളിലുണ്ടല്ലോ, ഇത് ആടുകൾ മേയാണ്. ഇവിടെ പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ റോട്ടിൽ കൂടി അങ്ങനെ നടന്നു പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥകൾ. ഇഷ്ടം പോലെ ഉണ്ട് ഈ ചെമ്മരിയാടുകൾ. ഇവിടുന്ന് പുതുതായിട്ട് വന്ന ഒരാൾക്ക് ഇവിടുത്തെ ആട് കറി കഴിച്ചതിൻ്റെ വയറിന് ചെറിയൊരു ട്രബിൾ ഉണ്ടാവും ഈ കാശ്മീരിലെത്തിയാൽ. നമ്മൾ പുസ്തകത്തിൻ്റെയൊക്കെ ചട്ടയിലുണ്ടാവുന്ന പിക്ചറുകൾ കണ്ടില്ലേ, അതേപോലത്തെ ഭംഗിയാണ് ഇതിലേ പോകുന്നത്. ദേവദാരു മരങ്ങളാണ് ആ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ ചുരം പോലെ എത്രയോ താഴെയാണ് മറ്റേ ഭാഗമുള്ളത്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ താഴ്ച അറിയാൻ കഴിയും. ഇവിടെയൊക്കെ ഐസ് ഉണ്ട്. ഐസ് കാലത്ത് ഇവിടെ കംപ്ലീറ്റ് ഐസ് കെട്ടിയിട്ട് റോഡ് ബ്ലോക്കാവുന്ന സമയമാണ്. ഇപ്പം തന്നെ ചില സമയങ്ങളിൽ ഈ JCB കൊണ്ട് ഈ ഐസ് മാറ്റിയിട്ട് പോകാറുണ്ട്. മുഗൾ രാജാക്കന്മാർ ഇത്ര വിശാലമായിട്ടുള്ള റോഡല്ല കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഒരു പാത, മുഗൾ റോഡ് എന്നുള്ളൊരു പാത മാത്രമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കാശ്മീർ താഴ്വരയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് 1950 ഈ ഒരു പുതിയ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത്. അന്നത്തെ മുഖ്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള 1979 ഈ പദ്ധതി ഏറ്റെടുത്തിട്ട് ഇതിന് അന്നത്തെ അതേ പേര് മുഗൾ റോഡെന്ന് നാമകരണം ചെയ്തു. പിന്നെ 1950 ഇതുണ്ടാക്കാനുള്ള പുതിയ പ്ലാൻ ഉണ്ടായത്. പിന്നെ അന്നത്തെ ഈ തീവ്രവാദ പ്രശ്നമൊക്കെ ആയ ശേഷം ഇവിടെ ഒരു ബാഫിലിയാസ് പാലം ഉണ്ടായിരുന്നു. അത് തീവ്രവാദികൾ തകർത്ത്. അങ്ങനെ 2007 മാർച്ചിൽ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 255 കോടി രൂപ കണക്കാക്കിയ ഈ ചെലവുള്ളത്. ഇതിന് ഏകദേശം ഒരു 2005 ഒക്ടോബറിലാണ് യഥാർത്ഥ നിർമ്മാണം പിന്നെ ആരംഭിച്ചത്. അങ്ങനെ 2008 ഡിസംബറിൽ പൂർത്തിയാകേണ്ട ഈ പദ്ധതി അമർനാഥ് ഭൂമി തർക്ക പ്രശ്നം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വൈകിട്ട് സംസ്ഥാന നിയമസഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, മറ്റുള്ളവരൊക്കെ ഈ ഭാഗം പരിശോധനക്കായിട്ട് 2009 ജൂലൈ 12 തുറന്നെടുത്ത്. അങ്ങനെ 2010 ഒക്ടോബറിലാണ് ലൈറ്റ് വാഹനങ്ങൾക്കായിട്ട് ഇത് തുറന്നെടുത്തത്. പിന്നീട് ഇരട്ടപ്പാത ലൈന് പൂർത്തിയാക്കിയിട്ട് 2012 ഓഗസ്റ്റിലാണ് ഇത് ഫുള്ളായിട്ട് തുറന്നെടുത്തത്. 2010 മുതൽ ഇവിടെ ഒരു മുഗൾ റോഡ് കാർ റാലി നടത്തിയിരുന്നു. പീർപഞ്ചറിലുടനീളം നീളമുള്ള മനോഹരമായ ഈ ഒരു ഭാഗം 600 കിലോമീറ്റർ ഉൾക്കൊള്ളുന്നതാണ്. പിന്നീട് ഇവിടെ ഈ ഷോപ്പിയാൻ മുതൽ പൂർഞ്ച് വരെയുള്ള ഈ നല്ല മികച്ച ഗതാഗതത്തിന് വേണ്ടിയിട്ട് മുഗൾ റോഡിലൂടെ ഇനി തുരങ്കപാത പണി ആരംഭിക്കുന്ന നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ വീണ്ടും നമ്മുടെ ആടുകൾ, ജംനി പ്യാരി മോഡൽ ആടുകളുണ്ട്, നമ്മളെ സാധാ കോലാടുണ്ട്, അതിന് പുറമെ ചെമ്മരിയാടുണ്ട്.
ഇതൊക്കെ ഈ കൂട്ടത്തിൽ കൂടി ഉണ്ട്. ചെറിയ കുട്ടിയാടുണ്ടാകും. കുട്ടിയാടിനെ ഈ മേയ്ക്കുന്ന ആട്ടിടയന്മാർ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് ചില സമയത്ത്. നല്ല ഭംഗിയാണിത് കാണാൻ. മുന്നിലും പിന്നിലും നടുക്കും ഒക്കെ ഇതിന് പിന്നെ ആട്ടിടയന്മാരുണ്ട്. ആടിനെ മേയ്ക്കുക എന്നുള്ളത് ഒരു ക്ഷമയുള്ള കാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും മുമ്പ് ആടിനെ മേയ്ച്ചിരുന്നതെന്ന് പറയുന്നത്. ഈ വലതുഭാഗത്ത് കാണുന്ന കൈസാണ്. അതിനെ കുത്തി പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ റോഡ് ക്ലിയർ ആക്കിയിട്ടുള്ളത്. 2 കാരണങ്ങൾ കൊണ്ടാണ് രാത്രി പിന്നെ വാഹനങ്ങൾക്കിത് നിരോധിച്ചത്. ഒന്ന്, ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം. രണ്ടാമത്തത്, ഇങ്ങനെ റോട്ടിലൊക്കെ ഐസ് കൂടി നിൽക്കും. അപ്പോഴത്തേക്ക് വണ്ടികൾ പോകുന്ന സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടാകും. ഒരു ഭാഗം കംപ്ലീറ്റ് കൊല്ലിയാണല്ലോ. അപ്പോൾ പകല് എത്തിക്കഴിഞ്ഞാൽ JCB കൊണ്ട് അതൊക്കെ മാന്തിയിട്ടാണ് റോഡ് ക്ലിയർ ആക്കുക. അങ്ങ് ദൂരെ കണ്ടില്ലേ വണ്ടികൾ പോകുന്നു. ഇതിപ്പോൾ താഴത്തുനിന്ന് അങ്ങനെ കയറി അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പണ്ട് മുഗൾ രാജാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള റോഡ്. മുഗൾ റോഡ് അങ്ങനെ ഇതിന് പേര് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ലാൽ ഗുലാം ബ്രിഡ്ജ്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഈ ഇങ്ങനത്തെ പാലങ്ങൾ. അങ്ങ് ദൂരെ കണ്ടില്ലേ മലകളിൽ പിന്നെ വെള്ള പെയിൻ്റ് അടിച്ച പോലെ മോഡലുള്ള ഐസുള്ള നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള നല്ല സ്റ്റൈലായിട്ടുള്ളതാണ്. ഇതിപ്പോഴും ഇങ്ങനെയാണ്. ഇത് ഐ സീസൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല. ഐ സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ പിന്നെ വേറൊരു കളറ് കാണൂല. കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും ഈ ഒരു ഭാഗം കംപ്ലീറ്റ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെത്തുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ഐസ് കൊണ്ട് അങ്ങോട്ട് മൂടിയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്രയും ഉഷാറാണ് ആ കാണുന്ന ഭാഗങ്ങൾ. ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ കുറച്ച് ഉയരം കൂടുതൽ. ആ ഭാഗത്തേക്ക് അങ്ങനെ അധികം ഐസ് കാണുന്നില്ല. ഇവിടെ വീണ്ടും ഇതാ നമ്മളെ ആട്ടിടയന്മാരും പിന്നെ ചെമ്മരിയാടും ഇതിലും മറ്റേ എല്ലാ ജമിനിപ്യാരി ആട്, എല്ലാ സൈസ് ആടുകളുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് ആടുകൾ. ഇനി ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെയാണ് ഇവിടെ. നല്ല രസമാണ് കാണാൻ. ഈ വണ്ടികളൊക്കെ അതിൻ്റെ ബാക്കിൽ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് വേറെ ഒന്നതാ വരുന്നത്. അങ്ങനെ എപ്പോഴും നമ്മളൊരു ടൈം കുറേ നേരത്തെ മുൻകൂട്ടിയിട്ട് വരണം. കാരണം അത്രയും ബ്ലോക്കോ കാര്യങ്ങൾ, പിന്നെ അത്രയും ലോങ് ഡ്രൈവ് അല്ലേ. എപ്പോഴും പിന്നെ ഒരുപാട് സമയം, ഒരു 4-5 മണിക്കൂർ മുന്നിൽ കണ്ടിട്ട് വേണം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് വരുന്ന സമയത്തുള്ള ആ ഒരു ട്രാവൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആകെ കുടുങ്ങിപ്പോവും. നമ്മുടെ ട്രെയിന് നമ്മളെ സമയത്തിന് നമ്മളെ കാത്തു നിൽക്കില്ല. ട്രെയിനിൻ്റെ സമയത്ത് അങ്ങോട്ട് പോവും. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ചിത്രം പോലത്തെ മലകളൊക്കെ ഉണ്ട്. വീണ്ടും ആടുകളെ കൊണ്ട് അങ്ങനെ തിരക്കാണ് ഇവിടെ. ഈ ആടിൻ്റെ ബാക്കിലൊരു നായണുണ്ടല്ലേ, നായ ഇരിക്കുന്നു. അതാണ് ഇതിൻ്റെ സെക്യൂരിറ്റി. വരുന്ന ചങ്ങായി ഇവനാണ് ഇതിൻ്റെ കാവൽക്കാരൻ. അതിൻ്റെ പിന്നാലെ ഉണ്ടാവും, ചിലത് മുന്നിലും ഉണ്ടാവും. അങ്ങനെയാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു കൂട്ടം വരുന്നുണ്ട്. ഈ 2 കൂട്ടത്തിൻ്റെയും കാവൽക്കാരനാണ് തോന്നുന്നുണ്ട് ഈ നേരത്തെ കണ്ട നമ്മളെ നായ. ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഉണ്ടായിക്കൂടാന്നുള്ളൊന്ന്. അത്രക്കും ട്രെയിൻ ചെയ്തിട്ടുള്ള നായകളാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവാറുള്ളത്. ഈ സൈഡിൽ കാണുന്ന ഈ വൈറ്റൊക്കെ ഐസാണ്. ഐസിൻ്റെ കട്ടയാണ്. അതിങ്ങനെ അവിടെ ഒട്ടി നിൽക്കുകയാണ്. കുറച്ച് ചളി പൊടി കെട്ടിയിട്ടാണ് അതിൻ്റെ കറുപ്പ് കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്.
ഇത് റോട്ടിലേക്ക് കണ്ട് പരന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, വണ്ടിക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് അത് JCB കൊണ്ട് തട്ടി മാറ്റിയിട്ട് അങ്ങനെ പോവുക. നേരത്തെ പറഞ്ഞ പോലെ രാത്രി വാഹനങ്ങൾ നിരോധിച്ചത് അതുകൊണ്ടാണ്. പകലായെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ മാറ്റാനുള്ള വണ്ടി കാര്യങ്ങളൊക്കെ വരും, വെളിച്ചം കിട്ടും ഒക്കെ ആയിട്ട്. ഇവിടെയുണ്ട് ഇതേപോലെ നല്ല മലകൾ, നല്ല അടിപൊളി കാഴ്ചയാണ്. ജമ്മു ശ്രീനഗർ മറ്റേ റൂട്ടിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. അത് വേറൊരു റൂട്ടാണ്, വേറൊരു മോഡലാണ് അതുള്ളത്. ഇത് വേറൊരു മോഡലാണുള്ളത്. ഇതാണ് കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട് ഭംഗിയുള്ള കാഴ്ച ഈ ഒരു റൂട്ടിൽ കൂടിയാണുള്ളത്. മറ്റേ റൂട്ടിൽ ഇത്ര അധികം ഭംഗിയില്ല കാഴ്ച കാണാൻ. അവിടെ കുറേ പിന്നെ കൊല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കൊല്ലിയുണ്ട്, ഐസും കാണാം, രണ്ടും കാണാം ഈ ഒരു റൂട്ടിൽ കൂടി പോകുന്ന സമയത്ത്. നമ്മളെ വണ്ടി ഒന്ന് നിർത്തിയതാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത് 2 വണ്ടിയുണ്ട്, വേറൊരു വണ്ടിയും കൂടി ഉണ്ട് നമ്മളെ ബാക്കിൽ. ആ വണ്ടിക്കാരന് വയറിനൊരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇടക്കിടക്ക് നിർത്തുന്നുണ്ട്. അപ്പോൾ അപ്പോഴും ഞങ്ങളും കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മുകൾ റോഡ്. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ നിർത്തിയിടാനുള്ള അനുമതി ഉണ്ട്. ബാത്റൂമൊക്കെ വലിയ പ്രയാസമാണ്, ബാത്റൂം കിട്ടണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയും ചെമ്മരിയാട് ഉണ്ട്, ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങൾ ഈ ഭാഗത്തുണ്ട്, മേയുന്നതാണ്. പോകുന്ന വഴിയിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളതാവുന്നുണ്ട് ഈ ചെമ്മരിയാടുകൾ. വെള്ളം കുടിക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന ഭാഗത്ത് അവർ നിർത്തിയിടും. അതുപോലെ പിന്നെ ഭക്ഷണം പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിടും. ഇതാണ് അതിൻ്റെ സെക്യൂരിറ്റി നായ, ഉണ്ടല്ലേ. സാധാരണ നായനെ പിടിക്കാറില്ല, പിന്നെ അയച്ചു വിടാറ് തന്നെ ഉള്ളത്. ഇതിനെന്തോ ഒന്നുകൊണ്ടോ മൂപ്പരെ കയ്യിൽ പിന്നെ ചങ്ങലയിൽ കയറിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പുള്ളിക്കാരന്. അപ്പോൾ ഇത് അവിടുന്ന് മടങ്ങി പോവുകയാണ് ഇങ്ങനെ. നല്ല രസമാണ് കാണാൻ. ഇതിനെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ദർഗ ഉണ്ട്, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിരുന്നതാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മുടെ വണ്ടി വീണ്ടും പുറപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് കുറച്ച് മൂത്രമൊഴിക്കലൊക്കെ നടത്താം, കയ്യിലൊരു കുപ്പി വെള്ളം കരുതിയാൽ മതി. ഇനി അങ്ങനെ നമുക്ക് പോവാം. ഇനി വഴിയിൽ എവിടുന്നെങ്കിലും ലഞ്ച് കഴിക്കണം. ഇപ്പോൾ സമയം 9:30 മണി അയക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ദർഗൻ്റെ ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. അങ്ങ് ദൂരെ കണ്ടില്ലേ, അവിടെ 2 പില്ലർ കാണാം. അതുവരെയാണ് നമ്മുടെ ശ്രീനഗറിൻ്റെ അതിര്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. പിന്നെ മറ്റേ ഭാഗമാണ് കോവർ കഴുതൊക്കെ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ. കോവർ കഴുത, അതിൻ്റെ കുട്ടിയുണ്ട്. ഇഷ്ടംപോലെ കോവർ കഴുതകളുള്ള നാടാണ് ഇവിടെ. അങ്ങ് ദൂരെ കാണുന്നൊക്കെ കോവർ കഴുതകളാണ് ഉള്ളത്. ഈ കാണുന്നതാണ് ദർഗയും പള്ളിയൊക്കെ ഉള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതിലാണെന്ന ഈ 2 സൈഡും ഐസിൻ്റെ കട്ടയാണ്. അത് പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇതാക്കിയിട്ടുള്ളത്. എൻ്റെ ഇടത് ഭാഗം കംപ്ലീറ്റ് താഴ്ചയുള്ള ഭാഗമാണ്. ഈ വലതു ഭാഗത്ത് ഈ കാണുന്നതൊക്കെ ഐസാണ്. ഐസിൽ പൊടി തട്ടിയിട്ടാണ് അതിന് ഒരു ചളി പോലത്തെ ഒരു കളർ വന്നില്ല. അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് നല്ല വൈറ്റ് കളർ കണ്ടില്ലേ. ഇതൊക്കെ കുത്തി പൊട്ടിച്ചിട്ട് ഇതാക്കിയതാണ്, റോഡ് ക്ലിയറാക്കിയതാണ്. ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി നായ അതാ കാണുന്നുണ്ടല്ലേ. ഇദ്ദേഹമാണ്
ഈ ആട്ടിടയന്മാരെ സെക്യൂരിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുക എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയിട്ടതാണ് കുറച്ച് നേരം. അപ്പോൾ അവിടെയുണ്ട് ഈ നായ്കൾ, അതിൻ്റെ കാവലാണ്. നല്ല രസമാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ വേറൊന്നും കൂടെ അതിൻ്റെ അപ്പുറത്തുണ്ട്, സൈഡിൽ കൂടി ഉണ്ട്, ബാക്കിലും ഉണ്ട്. ഒരാളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അത് ആടുംകുട്ടീനെ ആട്ടിടയനെ എടുത്തുകൊണ്ട് പോവാണ്, ചെറിയ കുട്ടിയായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ യാത്ര വീണ്ടും തുറന്നിട്ടുണ്ട്. അങ്ങനെ പല കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം. ഈ സമയം പോകുന്ന അങ്ങനെ അറിയില്ല നമുക്ക് ഇതിൽ കൂടി പോകുന്നത്. പിന്നെ കടയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു വിഷയമാണ്. എന്തെങ്കിലും കാര്യമായിട്ട് ഒക്കെ വാങ്ങി വെക്കണം, ബിസ്ക്കറ്റും ചിപ്സും കാര്യങ്ങളും ജ്യൂസൊക്കെ നമ്മൾ കയ്യിൽ വെക്കണം. അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാം. മറ്റേ വഴിയിൽ നിന്നൊന്നും കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ മുഗൾ റോഡ് ശരിക്കും ഒരു 100 കിലോമീറ്റർ താഴെയാണുള്ളത്. പൂഞ്ച് ജില്ല ഉണ്ട്. പൂഞ്ച് ജില്ലയിലെ ബൂഫ്ലിയാസ് എന്ന പട്ടണത്തിൽ നിന്ന് നമ്മളെ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലേക്ക് പോകുന്ന ഈ റോഡാണ് ഈ മുഗൾ റോഡ്. പിന്നെ മുഗൾ കാലഘട്ടത്തിൽ പീർപഞ്ചൽ ചുരത്തിന് മുകളിലൂടെ ഉപയോഗിച്ചിരുന്ന ഒരു ചരിത്ര പാതയായിരുന്നു ഇതുള്ളത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മളെ ജമ്മു ശ്രീനഗർ റൂട്ടിൽ ബനിഹാൾ ഭാഗമുണ്ട്. ആ ബനിഹാൾ ഭാഗം 2850 മീറ്റർ ഉയരത്തിലാണ് ഉള്ളത്. അതിലും കൂടുതൽ ഉയരത്തിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഐസ് ഉള്ളത്. മറ്റേ റൂട്ടിൽ കൂടി ഐസ് ഉണ്ടാവില്ല ആ ഒരു റോട്ടിലൂടെ പോകുന്ന സമയത്ത്. ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് ഐസ് ഉണ്ടാകുക. അതിന് പുറമെ പിന്നെ സീസണിൽ ഐസ് സീസണിൽ ഇത് പൂട്ടിയിടും. മറ്റേ പാത ഏത് സമയത്തും തുറന്നിട്ടിട്ടാണ്. ജമ്മു ശ്രീനഗർ പിന്നെ ഏറ്റവും വലിയ തുരങ്കമുണ്ടല്ലോ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്ന പേരുള്ള, അതായത് ചെനാനി ടണൽ എന്നറിയും, ആ ടണൽ റോഡ്. ആ ടണൽ വന്നതുകൊണ്ട് ഏകദേശം ഒരു 68 കിലോമീറ്റർ ഏറ്റവും ദൂരം കുറവിലാണ് നമ്മൾ ശ്രീനഗറിലേക്ക് എത്തുക ജമ്മുവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. ഒരുപാട് തവണ അതിൽ കൂടെ പോയിട്ടുണ്ട്. മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മുഗൾ രാജാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള പാത ആയതുകൊണ്ടാണ്, അവർ സഞ്ചരിച്ചിരുന്ന പാത ആയതുകൊണ്ടാണ് ഇതിന് മുഗൾ പാത, മുഗൾ റോഡ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പിയാനും പൂഞ്ചും തമ്മിലുള്ള ദൂരം ഏകദേശം 588 കിലോമീറ്റർ. ദൂരത്തുനിന്ന് ഏകദേശം 126 കിലോമീറ്റർ ആയിട്ട് കുറയും ഈ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത്. പണ്ട് അക്ബർ ചക്രവർത്തി കാശ്മീർ താഴ്വര കീഴടക്കിയതിന് ശേഷം ഈ പാതയെ ലാഹോറായിട്ട് നീട്ടിയിട്ടുള്ള ഒരു സാമ്രാജ്യത്വ പാതയാക്കി മാറ്റിയതാണ് ഈ മുഗൾ റോഡ് എന്ന് പറഞ്ഞ റോഡ്. രത്ത ചാമ്പ് ബ്രിഡ്ജ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല, കുറേ ബ്രിഡ്ജുകളുണ്ട് ഇതേപോലെ ഇങ്ങനെ കുറുകെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പട്ടാളക്കാർ ഇതിൻ്റെ അപ്പുറമൊക്കെ ഇങ്ങനെ കാവൽ നിൽക്കുന്നതാണ്. ഇതിലൊന്നും കാണുന്നില്ല. മുമ്പ് ഞാൻ 1-2 കണ്ടിരുന്നു. ഇവിടെയുണ്ട് നമ്മുടെ ആടുകൾ വരുന്നു, പക്ഷേ നായനെ കാണാനില്ല. ആട്ടിടയന്മാരും 1, 2, 3 ആൾക്കാരുണ്ട് ആട്ടിടയന്മാർ. ഈ ഭാഗം കംപ്ലീറ്റ് കൊല്ലിയാണ്. അതാണ് ആ പാലം, കണ്ടില്ലേ, പാലത്തിൻ്റെ സൈഡാണത്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളിങ്ങനെ വന്നത്. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കൊല്ലിയാണ്. ഇനി ഈ ആടുകളൊക്കെ പോയിട്ടുള്ളപ്പോൾ നമുക്ക് പോകാൻ പറ്റും. അവരെ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെയാണ് നമ്മളെ സമയങ്ങൾ കുറേ പോകുന്നത്, ഇവർക്ക് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട്. ലൈഫിൽ ഒരു തവണയെങ്കിലും കാശ്മീർ വരണം. ശരിക്കും ഞാൻ പറയുന്നത് 2 തവണ കാശ്മീരിൽ വരണം. ഒന്ന് ആപ്പിൾ സീസണിലും വരണം, ഇവിടുത്തെ ഐസ് സീസണിലും വരണം. 2 പിന്നെ കാലാവസ്ഥയിലും വരണം. അപ്പോഴാണ് കാശ്മീർ കംപ്ലീറ്റ് കാണാൻ പറ്റുക. ഓരോ മാസവും ഓരോന്നാണ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. ചില സമയത്ത് കടുക് പൂത്തിട്ടുണ്ടാവും ഒരു മാസം, പിറ്റേ മാസം വന്ന് നോക്കുമ്പോൾ കടുകിൻ്റെ പൂവുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആപ്പിൾ പൂത്ത് ആപ്പിളിൻ്റെ പൂവുകൾ കാണാം. പിന്നെ അടുത്ത മാസം വരുമ്പോൾ ആപ്പിൾ പൂവ് കാണില്ല.
പിന്നെ ആപ്പിൾ ഉണ്ടാവും. പിന്നെ ആപ്പിൾ മരത്തിൽ ആപ്പിളിൻ്റെ പൂവ് ഉണ്ടാവില്ല, ഇല ഉണ്ടാവില്ല, ആപ്പിളും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ഒഴിഞ്ഞിട്ട് വെറും കൊമ്പും ചില്ലിയും മാത്രം ഉണ്ടാവുന്ന ഒരു സമയമുണ്ട്. പിന്നെ വേറൊരു സമയത്ത് നമ്മൾ ദാൽത്തടാകം കംപ്ലീറ്റ് ഐസായിട്ട് ഉറച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ ഉണ്ട്. പിന്നെ ഐസില്ലാത്ത സാധാരണ ലെവലുണ്ട്. പിന്നെ നല്ല ചൂടുള്ള കാലാവസ്ഥ, പുറത്തുകൂടിയൊക്കെ നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് നല്ല ചൂട്ടിട്ട് വേർത്തൊലിക്കുന്ന ആ ഒരു ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ചുവന്ന മുളകുണ്ട്, കാശ്മീർ മുളക്, അത് ഉണക്കുന്നൊരു കാലമുണ്ട്. അങ്ങനെ വ്യത്യസ്ത മാസങ്ങളിൽ ഓരോ കാഴ്ചകളാണുള്ളത്. तो उसके इलाके से दूर रहना, सुना है ഈ കാണുന്നവർ എന്താ വെച്ചാൽ ഇതൊരു കുടുംബസമേതം ഇവർ കോവർക്കഴുതിൻ്റെ പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് താമസം മാറി പോവുകയാണ്. അവർ അതിൻ്റെ ലഗേജും ബാൻഡും കാര്യങ്ങളും കുട്ടികളും ഭാര്യമാരും ഇതിനുണ്ട് ഒരു നായ കാവലുണ്ടല്ലോ ബാക്കിൽ. ഇവരങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ട് അടുത്ത സ്ഥലത്തെത്തും. പിന്നെ അടുത്ത കാലാവസ്ഥ മാറുന്ന സമയത്ത് പിന്നെ ഒരു തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അങ്ങനെയാണ് ഇവർ. പണ്ട് ഞാൻ ദൂത് പത്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു. ആ ദൂത് പത്രിയിൽ ഇതേപോലെ ഐസുള്ള സമയത്ത് അവിടെ ആൾക്കാർ താമസിക്കില്ല. ഐസ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഓരോ കുടിലുകളുണ്ട്. ആടും പിന്നെ കോവർ കഴുതിയും ആൾക്കാർ താമസവും ഒക്കെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു കുടിൽ പോലെ. അതിൽ ഒരു റൂമിൽ കുതിര ഉണ്ടാവും, ഒരു റൂമിൽ ആടുണ്ടാവും, ഒരു റൂമിൽ ഒരു കടന്നിറങ്ങും, ഒരു റൂമിൽ പിന്നെ അടുക്കളയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ ഐസില്ലാത്ത കാലത്ത് മാത്രം അവിടെ നിൽക്കും. ഐസ് വരൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു മാറിയിട്ട് ഐസില്ലാത്ത ഭാഗത്തേക്ക് പോകും. അതിൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ മുമ്പ് ഇറക്കിയിരുന്ന്. ആ ഒരു വീട്ടിൽ പോയിട്ട് അവർ ചപ്പാത്തിയും അവിടുത്തെ ഈ ആടിനെ കറന്നിട്ടുള്ള പാലും ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നു ഞങ്ങൾക്ക്. ആ ആടിൻ്റെ നെയ്യ് കൊണ്ട് ചപ്പാത്തി പുരട്ടിയത്. അവിടുത്തെ സ്ത്രീ പിന്നെ മരിച്ചുപോയി. പിന്നെ അവർ മൊബൈൽ നമ്പറൊക്കെ തന്നിരുന്നു. അങ്ങനെ അവർ മരിച്ചു പറഞ്ഞിട്ട് മുമ്പ് വിളിച്ചിരുന്നു. ഞങ്ങൾ ഇതേപോലെ സുഹൃത്തുക്കളായിട്ട് പോയപ്പോൾ അവിടെ ഒരു ദിവസം പോയിരുന്നു. ദൂത് പത്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ ഒരു എപ്പിസോഡ് നിങ്ങൾ നോക്കി ഞങ്ങൾ കാണാം.
നമ്മളെ വണ്ടി നിർത്തിയിട്ടാ. നമ്മളെ മറ്റേ വണ്ടിയിലുള്ള ഡ്രൈവർക്ക് സുഖമില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരനെ കാത്തു നിൽക്കണം. ഇവിടെ എത്തിയെന്നറിയില്ല, വണ്ടി എത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. പുള്ളിക്കാരൻ വന്നിട്ട് വേണം ഇനി പോവാൻ. അപ്പോൾ ഇവിടെ കുറച്ച് മൂത്രമൊഴിക്കേണ്ടവരൊക്കെ മൂത്രമൊക്കെ ചെറിയൊരു അരുവി ഇതിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു കെട്ടുണ്ടല്ലോ, ഇതൊരു പ്രത്യേക തരം കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടാണ്. ആ സൈഡിൽ കാണുന്ന കെട്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഇതാണ് ആ ഒരു കെട്ട്, നല്ല ഭംഗിയായിരിക്കുന്നത്. ഇവിടുത്തെ ഉരുളൻകല്ലുകളും ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടാണ് ഈ കെട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഗൾ രാജാക്കന്മാർ മുമ്പ് സഞ്ചരിച്ചിരുന്ന മുഗൾ റോഡിലൂടെയാണ്. ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന വഴിയുള്ള ആ ഒരു റോഡാണിത്. അപ്പോൾ അതിൻ്റെ പരിസരമൊക്കെ നമുക്ക് കാണാം. ഈ റോഡ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള തുറക്കുക. സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെ, മാർച്ച് ലാസ്റ്റ് വരെ ഇത് ക്ലോസ് ചെയ്തിരിക്കും. കാരണം കംപ്ലീറ്റ് ഇത് ഐസ് മൂടിക്കിടക്കും. ഇപ്പം തന്നെ ഐസൊക്കെ കുത്തി കളച്ചിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ സമയം 12:15. ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇവിടെ ചെറിയൊരു ഹോട്ടൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ലഞ്ചിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ ചോറ് കഴിക്കാറില്ല. റൊട്ടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ റൊട്ടി കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് ആ കട. അവിടെ ചപ്പാത്തി പോലത്തെ സാധനമുണ്ട്. അടുക്കളയൊക്കെ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞ പോലെ ഒക്കെ ഒരേ സൈഡിൽ തന്നെയാണ്. ചോറ് കഴിക്കുന്നുണ്ട്. ബസുമതി റൈസാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത്. ബസുമതി റൈസും പിന്നെ ദാൽമ എന്നറിയും, ഒരു ബീൻസിൻ്റെ ഒരു കറി, അതുവരെ സ്ഥിരമാണ്. അതും പിന്നെ തന്തൂരി റൊട്ടി ഉണ്ടാവും. ഞാൻ പൊതുവേ തന്തൂരി റൊട്ടിയാണ് ഇവിടുന്ന് കഴിക്കാറില്ല, ചോറ് കഴിക്കാറ് കുറവാണ്.
മുഗൾ റോഡിലെ ആ കൊല്ലി റോഡ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളെ ഡ്രൈവർ ഒരു ഡോക്ടറെ കാണിക്കണമെന്നുണ്ട്. പാവം പുള്ളിക്കാരന്, മറ്റേ ഡ്രൈവർക്ക് തീരെ വയറിന് സുഖമില്ലാണ്ട് പുള്ളിക്കാരൻ വണ്ടി ഓട്ടുന്നത്. അപ്പോൾ എവിടുന്നെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണുകയാണെങ്കിൽ പിന്നെ നിർത്തണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ കൊല്ലി റോഡ് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു ടൗൺ ഭാഗങ്ങൾ, ആ ടൗണൊക്കെ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയുള്ള ഭാഗങ്ങളൊക്കെ, മറ്റേ ഭാഗത്തൊന്നും ആൾക്കാർ തീരെ താമസമില്ലാത്ത ഏരിയയാണ്. അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് വലിയ പ്രശ്നം. ഇതിന് സൈഡിൽ കൂടി ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, സുറാങ്കോട്ട ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ മറ്റേ ഡ്രൈവർ പുള്ളിക്കാരനെ കാണിച്ചു കൊടുത്ത് പിന്നെ വയറിനുള്ളൊരു മരുന്നൊക്കെ കഴിച്ചു. പിന്നെ ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വഴിയിൽ നിന്ന് നമുക്ക് വേറൊരു ഡ്രൈവർ ഞങ്ങൾ മാറ്റി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതുവരെ തൽക്കാലം മൂപ്പരന്നെ ഓട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ വണ്ടി. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് മറ്റേ വണ്ടി. ഇനിയും ഇവിടുന്ന് ജമ്മുവിലേക്ക് 204 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ആ ബോർഡ് കണ്ടില്ലേ, 204 കിലോമീറ്റർ. ഇവിടെ എന്തോ ഒരു പോലീസ് ചെക്കിങ് ഉണ്ടോ തോന്നുന്നു. അത് പോലീസ് ചെക്കിങ് അല്ല സംഭവം, അത് നമ്മളെ മറ്റേ കൂട്ടരാണ്. ആടുകളങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് സമയം നമ്മളത് നഷ്ടമാണ് ഈ ഇവന്മാരിങ്ങനെ പോകുന്നുണ്ട്. അതങ്ങനെ റോഡ് ബ്ലോക്കാക്കിയിട്ട് പോവുക. നമ്മുടെ നാട്ടിൽ പണ്ട് കന്നുകാലികളുണ്ടായിരുന്നു. ഇങ്ങനെ ഇതേപോലെ കന്നുകാലി ചന്ത കഴിഞ്ഞിട്ട് ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച അങ്ങനെ പോവുകയാണ് റോട്ടിൽ കൂടി. ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കന്നുകാലികളെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകണം എന്നാണ് ഇപ്പോഴത്തെ റൂള്. അതുകൊണ്ട് നല്ല കുഴപ്പമില്ല, റോട്ടിൽ കൂടി അങ്ങനെ പോകാം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിക്കുന്നത് KK's കഫേ പൂഞ്ചി റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ സമയം 5:30 മണി അയക്കുന്നത്. വൈകുന്നേരത്തെ എന്തെങ്കിലും ഒരു ചായയും മറ്റും കുടിക്കാൻ വിചാരിച്ചിട്ടാണ് നിർത്തിയിട്ടുള്ളത്. മൂത്രമൊഴിക്കേണ്ടവർക്ക് മൂത്രമൊഴിക്കാൻ പോവാം. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലൂടെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് ഇനിയും കുറേ ദൂരമുണ്ട് പോവാൻ. ഈ ജമ്മു ശ്രീനഗർ റൂട്ടിൽ ഒരു തവണയുള്ളും ബൈ റോഡിന് പോകാൻ പറ്റുക. അതായത് ഒന്നുകിൽ അവിടുന്ന് വരുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ബൈ റോഡ് വഴിക്ക് പോവുക. പിന്നെ മടക്കം ശ്രീനഗറിൽ നിന്ന് ഫ്ലൈറ്റിന് പോകലാണ് ഏറ്റവും ഉത്തമം. അതാണ് യാത്ര വല്ലാണ്ട് മുഷിപ്പില്ലാതിരിക്കുക. മറ്റേ നമുക്ക് ആകെ മുഷിഞ്ഞു ഈ റോഡിലൂടെ യാത്ര ആവുന്ന സമയത്ത്. നമ്മളെ സമയം ഒരുപാട് നഷ്ടമാണ്. മറ്റേ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് ആകെ 1 മണിക്കൂർ കൊണ്ട് നമുക്കെത്താം. അതുപോലെ ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അത് ഏകദേശം ഒരു 25 മിനിറ്റ് കൊണ്ട് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തും. ഞാനൊരു തവണ പോയിട്ടുണ്ട് അങ്ങനെ. പോയാൽ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കാണ് പോയത്. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലൊന്ന് ലാൻഡ് ചെയ്ത് പിന്നെ അവിടുന്ന് കുറച്ച് ആൾ കയറ്റിയിട്ട് പിന്നെ അവിടുന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ സമയം 6:30 മണിയായിരിക്കുന്നത്. ഇത് കഞ്ചാവും ചെടികളാണ് ഈ കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കഞ്ചാവ് ചെടികൾ റോട്ടിലുണ്ടാവും. ജമ്മുവിൻ്റെ പരിസരത്ത് എത്താൻ നേരത്ത് നമ്മൾ മുമ്പ് ഞാൻ ട്രെയിൻ യാത്രയിൽ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു. കഞ്ചാവാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ കഞ്ചാവ് കൃഷി ചെയ്യല്ലേ ചെയ്യുന്നത്, ഇത് കൃഷിയല്ല. ഇതിവിടെ നമ്മുടെ നാട്ടിൽ മറ്റേ ഉണ്ടാവുന്ന സാധാ പുല്ലൊക്കെ ഉണ്ടാവില്ല, അതേപോലെ അങ്ങനെ മുളച്ചുണ്ടാവുന്നതാണ് ഇവിടെ. ഇവിടുത്തെ കാലാവസ്ഥ അതിനനുസരിച്ചുള്ള കാലാവസ്ഥയാണ്, ഈ കഞ്ചാവിന് പറ്റിയ കാലാവസ്ഥയാണ്. ഇപ്പോൾ സമയം 7:40 നമ്മൾ ഏകദേശം ഒരു ജമ്മുവിൻ്റെ പരിസരത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വണ്ടി. ഇപ്പോൾ ഏകദേശം ആ ഒരു സിറ്റിക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് എത്തിക്കുന്നു. അങ്ങ് ബോർഡ് അവിടെ കാണുന്നുണ്ട്, എയർപോർട്ടിലേക്കുള്ള റോഡ്. പിന്നെ ഇവിടുത്തെ മറ്റുള്ള സ്ഥലങ്ങൾ മാണ്ട സൂ. മുമ്പ് ഞാനൊരു മാണ്ട സൂ എൻ്റെ ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നു, കുറേ മുമ്പ് ഞാൻ പോയിരുന്നു അവിടെ, ഒരു 4-5 കൊല്ലം മുമ്പ്. റൈറ്റ് സൈഡിലേക്കാണ് എയർപോർട്ട് റോഡുള്ളത്. അങ്ങനെ നമ്മൾ ജമ്മു റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ സമയം 10:15. രാവിലെ 6:30 ഓടിയ വണ്ടി ഇപ്പോൾ രാത്രി ഒരു 10:15 അവിടെ എത്തി. ഇതിവിടെ ആകെ ലൈറ്റ് അടിച്ചിട്ട് ജമ്മു റെയിൽവേ സ്റ്റേഷൻ ഒന്നും കാണുന്നില്ല. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് പോകണം. ഇവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ജമ്മു താവി. അവിടുത്തെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഒരുപാട് വണ്ടികളുണ്ട്. ഡൽഹിയിലേക്ക്, പഞ്ചാബിലേക്ക്, അമൃത്സറിലേക്ക്, പിന്നെ അങ്ങനെ വേറെ കുറേ സ്ഥലങ്ങളിലേക്കുള്ള ഉണ്ട്. ഒരു എസ്കലേറ്ററുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനി ഈ പരിസരമൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇവിടെ പൊതുവേ വീഡിയോ എടുക്കൽ വലിയ പ്രശ്നമാണ് ഇവിടെ. ഇത് വെയിറ്റിംഗ് റൂമാണുള്ളത്. അവരുടെ ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് AC ടിക്കറ്റ് ഉള്ളവർക്കുള്ള വെയിറ്റിംഗ് ഹാളാണ് ഈ കാണുന്നത്. അവിടുന്ന് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ പ്ലാറ്റ്ഫോമിലെത്തിക്കുന്നത്. ഇവിടെ വേറൊരു വെയിറ്റിംഗ് ഹാളുണ്ട്. സാധാരണ പൊതുവായിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വെയിറ്റിംഗ് ഹാളുണ്ട്. ആ വെയിറ്റിംഗ് ഹാള് പിന്നെ വലിയതാണ്. ബാത്റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണ് അവിടുത്തെ. ഇത് ഫസ്റ്റ് AC സെക്കൻഡ് ACക്കാർക്കുള്ള മാത്രമുള്ള വെയിറ്റിംഗ് റൂമാണ്. ഞാൻ നേരത്തെ കാട്ടിയിരുന്നത് തേർഡ് ACയിൽക്കുള്ളതാണ്. എന്തോ ഒരു കാലി വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൽ കൂടി ഇങ്ങനെ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ലഗേജൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം അർദ്ധരാത്രി 12:30 ഇനി ഇവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാത്രി, നാളെ ഒരു രാത്രി, മറ്റന്നാളൊരു രാത്രി കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഉച്ചക്കുള്ളും ഈ ട്രെയിൻ നമ്മളത് പാലക്കാട് എത്തുക. ഏകദേശം ഒരു 12 സംസ്ഥാനത്ത് കൂടിയാണ് നമ്മുടെ ഈ ട്രെയിന് പോകുന്നത്. അപ്പം നമ്മുടെ ട്രെയിൻ അങ്ങനെ വരുന്നുണ്ട്. നമ്മുടേത് AC കോച്ച് തന്നെയാണ്. അപ്പം പിന്നെ പ്രശ്നമില്ല. അതിൻ്റെ കയറി ഇരുന്നിട്ട് പാൻ്റെ കൂരി ഒരു കള്ളിത്തുണിയിൽ കയറി ഇരിക്കും. പിന്നെ അവിടെ എത്താൻ നേരത്തെ കഴിഞ്ഞ് അടുത്ത പാൻ്റ് ഇടലുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിൻ യാത്ര. ട്രെയിൻ യാത്രനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്ക് കപ്പൽ യാത്രയാണ്, പിന്നെ ട്രെയിന്. ഞാൻ കയറുകയാണ്. ഇത് എലിസബത്ത് ഡൽഹിയിൽ നിന്ന് കയറിയതാണ്. അവർക്ക് സീറ്റില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് സീറ്റ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ നിർത്തുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.